നമസ്കാരം. എവേക്കനിംഗ് വിത്ത് ബ്രഹ്മകുമാരീസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ സമൂഹത്തിൽ ദേഷ്യപ്പെടാത്തവരായിട്ട് ആരുമില്ല. കുടുംബ ബന്ധങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും തകർച്ചയിലേക്ക് നയിക്കുന്നത് ദേഷ്യം മാത്രമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ദേഷ്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. അതിനായി ബ്രഹ്മകുമാരീസ് മീന സിസ്റ്റർ നമ്മുടെ മുന്നിലുണ്ട്. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ദേഷ്യമാണ് എല്ലാത്തിൻ്റെ അനേക പ്രശ്നങ്ങൾക്ക് മൂലമായ കാരണം ദേഷ്യമാണ്. അപ്പോൾ പലവർക്കും അറിയാം ദേഷ്യം എന്നുള്ളത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വയത്തിനും അത് മറ്റുള്ളവർക്കും ദോഷമാണെന്ന്. അപ്പൊ എല്ലാവർക്കും ആ ഒരു നോളജ് ഉണ്ടായിട്ടും അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരിക്കലും അത് പ്രാക്ടിക്കലായിട്ട് ഒരു പ്രശ്നത്തിന് അത് ദേഷ്യം കൊണ്ടുവരാതിരിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഈ ഇംപ്ലിമെന്റേഷൻ ലൈഫിൽ ദേഷ്യം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ ഇംപ്ലിമെന്റ് അവർക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ദേഷ്യപ്പെട്ട് എനിക്കൊരു കാര്യം ദേഷ്യപ്പെട്ടാലേ ഒരു കാര്യം നടത്തിയെടുക്കാൻ കഴിയുള്ളൂ. ആ വിശ്വാസം ഉണ്ടല്ലോ നമ്മുടെ, ആ മാന്യത. അപ്പൊ ആ മാന്യത, ആ ധാരണ പോലെ തന്നെ സ്നേഹത്തിലൂടെ എനിക്ക് കാര്യത്തെ നടത്തിയെടുക്കാൻ കഴിയും. അതായത് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമുക്ക് സ്നേഹത്തിലൂടെ നടത്തിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യം ഒരിക്കലും ദേഷ്യത്തിലൂടെ നടത്തിയെടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ എല്ലാവരുടെയും നാച്ചുറൽ നേച്ചർ, നമ്മുടെ ഓരോരുത്തരുടെയും നാച്ചുറൽ നേച്ചർ ഓഫ് ദ സോൾ എന്ന് പറയുന്നത്, നമ്മുടെ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മുടെ മൂലമായിട്ടുള്ള ഗുണം, അടിസ്ഥാനപരമായിട്ടുള്ള ഗുണം, നമ്മുടെ നിജ സംസ്കാരം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെതാണ്. അപ്പോൾ ആ നിജ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തൊരു പ്രാപ്തി ഒരിക്കലും ദേഷ്യത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. അപ്പൊ ദേഷ്യത്തിലൂടെ എനിക്ക് കാര്യം നേടിയെടുക്കാൻ കഴിയുന്നു. ആ ധാരണയിൽ സഞ്ചരിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് സ്നേഹത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ആ വിശ്വാസ പ്രമാണത്തെ എനിക്ക് എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റണില്ലേ? അപ്പൊ അവിടെ നമുക്ക് മാറ്റം നമ്മുടെ ധാരണയിലാണ് കൊണ്ടുവരേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഇതുവരെ നമ്മുടെ ചിന്തയിൽ മാറ്റം വരുന്നില്ലേ, അതുവരെ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും മാറ്റം വരില്ലേ. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ തോട്ട് സിസ്റ്റത്തിൽ പരിവർത്തനം കൊണ്ടുവരണം. തോട്ട് സിസ്റ്റം മാറണമെങ്കിൽ നമ്മുടെ ബിലീഫ് സിസ്റ്റം മാറ്റണം, ചേഞ്ച് ആകണം. അപ്പൊ ബിലീഫ് സിസ്റ്റത്തിൽ നമുക്ക് ചേഞ്ച് കൊണ്ടുവരുമ്പോൾ മാത്രമേ, അതായത് സ്നേഹത്തിലൂടെ എനിക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ആ ധാരണ, ആ ശരിയായ ധാരണയെ സ്വീകരിക്കാൻ ഉള്ള ആ ഒരു കപ്പാസിറ്റി ആദ്യം നമുക്ക്, ആ ഒരു വേവ് ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു മെന്റൽ സ്റ്റേജ് ആദ്യം നമുക്ക് ഉണ്ടാകണം. ആ ഒരു മാനസിക അവസ്ഥ നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള അവയർനെസ്, പോസിറ്റീവായിട്ടുള്ള അവയർനെസ് നമുക്ക് ഉണ്ടാകണം. അതായത് സ്നേഹത്തിലൂടെ എനിക്ക് ഈ കാര്യം നേടിയെടുക്കാൻ കഴിയും. പക്ഷെ അതിന് ആദ്യം ഞാനത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. ഇത് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യുകയും വിശ്വാസം വേണം. എക്സ്പെരിമെന്റ് ചെയ്തതിന് ശേഷം ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അത് എക്സ്പെരിമെന്റ് ചെയ്ത് ഞാനത് അക്സെപ്റ്റ് ചെയ്യണം ആദ്യം. അപ്പൊ മാത്രമേ നമുക്കതിന്റെ റിസൾട്ട്, അതിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഇത്രയും കാലം നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്ത് വന്നൂല്ലോ, ദേഷ്യത്തിലൂടെ കാര്യം നേടിയെടുക്കാൻ പറ്റും, ദേഷ്യപ്പെട്ടാലേ കാര്യം അതിനെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി, സ്വീകരിച്ചു ആ ധാരണയെ. ആ ധാരണയിലൂടെയാണ് നമ്മൾ ഇത്രയും കാലങ്ങൾ കൊണ്ട് സഞ്ചരിച്ചു വരുന്നത്. പക്ഷെ അതിന്റെ എക്സ്പെരിമെന്റ് നടത്തിയതിന്റെ റിസൾട്ട് എന്താണ്? ദേഷ്യപ്പെട്ട് കാര്യം നേടിയെടുക്കാൻ കഴിയും എന്നുള്ള നമ്മുടെ ആ ധാരണയിലൂടെ റിസൾട്ട് എന്താണ് ഉണ്ടായിരിക്കണേ? ബെറ്റർ റിസൾട്ട് ആണ്. ഇത്രയും കാലങ്ങൾ കൊണ്ടുള്ള നമ്മുടെ ജീവിത ശൈലി നോക്കൂ, കുടുംബങ്ങളിൽ നോക്കൂ, ഓഫീസ് സിസ്റ്റത്തിൽ നോക്കൂ, ടോട്ടൽ നമ്മളുടെ വ്യക്തിബന്ധങ്ങളുടെയും കുടുംബ ഭദ്രതയില് ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ പോസിറ്റീവ് ചേഞ്ച് അല്ല അതിലൂടെ വന്നിരിക്കണേ. ഒരു ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു ബെറ്റർ ഫാമിലി ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് ഈ ധാരണയിലൂടെ, ഇത്രയും കാലങ്ങൾ കൊണ്ട് ഏതൊരു വിശ്വാസ പ്രമാണത്തിലാണോ ഞാൻ ജീവിച്ചു വന്നത്, ഏതൊരു എക്സ്പെരിമെന്റ് ആണോ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിലൂടെ എനിക്ക് ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റണില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പ്രത്യേകിച്ച് ഫാമിലി റിലേഷൻഷിപ്സിലാണ് അത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലായാലും അവരിപ്പോ ചില ഇൻസ്റ്റൻസ് ഞാൻ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട്. വൈഫ് വളരെ നന്നായി റിയാക്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ്.
അപ്പോൾ ഹസ്ബൻഡ് എന്തെങ്കിലും കൊണ്ടുവരാൻ മറന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വൈഫ് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർ ഉപദേശിക്കും, വളരെ കാമായിട്ട് നമ്മൾ കാര്യങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ വൈഫ് പറയാറുണ്ട്, ഞാൻ വളരെ സൈലന്റ് ആയിട്ട് ഞാൻ കുറച്ച് ദിവസം ഇരുന്നു, പക്ഷെ ഉള്ളില് ദേഷ്യമുണ്ട്, ബട്ട് പുറത്ത് കാണിക്കുമ്പോൾ സൈലന്റ് ആയിട്ടാണ് ആള് ബിഹേവ് ചെയ്യുന്നത്. അവസാനം ബേസ്റ്റ് ആയി, അവസാനം ഒന്ന് പൊട്ടിത്തെറിച്ചു. കാരണം അതുവരെയും കാര്യങ്ങൾ മുന്നോട്ട് ശരിയായി പോയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു 10 days വേണമെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവും, പക്ഷെ 11th day റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതും ശരിക്കും പറയണ, അപ്പൊ അവർ ഉള്ളിന്റെ ഉള്ളിൽ മേ ബി അല്ലെ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ നമുക്ക് ദേഷ്യപ്പെട്ടപ്പോ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോ ഹസ്ബൻഡ് ഒരു കാര്യം ചെയ്യാതെ വന്നു. അപ്പൊ അതെനിക്ക് കേട്ട സമയത്ത് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ദേഷ്യത്തിൽ പെരുമാറി. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ട് പെരുമാറിയത് കൊണ്ട് അദ്ദേഹം ചെയ്യാതിരുന്ന ആ കാര്യം ചെയ്തു എന്നായിത്തീരില്ലല്ലോ. ചെയ്തില്ല, ശരിയാണ്, ഏതെങ്കിലും ഒരു കാരണം ഉണ്ടാകാം, അതെനിക്ക് ചിന്തിക്കാമല്ലോ. അദ്ദേഹം ചെയ്യാതെ വന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകാം. ഒന്നുകിൽ മറന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ ബിസിയായി പോയതുകൊണ്ട് ഒരു പക്ഷെ ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതായത് ഞാൻ ആദ്യമേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ കാര്യം മാത്രം ചെയ്യില്ല, ഓഫീസിലെ കാര്യം ചെയ്യും, അവരുടെ കാര്യം ചെയ്യും, ഇവരുടെ കാര്യം. പക്ഷെ ആദ്യം നമുക്ക് വരുന്ന നെഗറ്റീവ് തിങ്കിങ് ആണ്. കണ്ടില്ലേ, എന്റെ അടുത്ത് മാത്രം അങ്ങനെ ചെയ്യണം. അപ്പൊ ആ നെഗറ്റീവ് തിങ്കിങ് നമുക്ക് വരുന്നത് കൊണ്ടാണ് ഉടനെ എന്ത് ചെയ്യണേ, നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അതേസമയം നമ്മള് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ, സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണെങ്കിൽ, ഇന്ന കാര്യം ഇന്നലെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വാങ്ങിയിട്ട് കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തോ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നാളെ ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ ഓർമ്മ വരും. അതേസമയം നമ്മളിന്ന് റിയാക്ട് ചെയ്യുന്ന സമയത്തോ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സാഹചര്യം എന്താണ്, എന്തുകൊണ്ടത് ചെയ്യാതെ വന്നു, അത് നമ്മൾ കേൾക്കാൻ പോലും തയ്യാറല്ല. അതിന് മുമ്പേ എന്ത് ചെയ്യും, നമ്മൾ റിയാക്ട് ചെയ്യും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചാണെങ്കിലും ഒന്ന് നമ്മുടെ അനുമാനം, ഊഹാഭോഹങ്ങള്, അദ്ദേഹം കണ്ടില്ലേ എന്നോടായിട്ട് അങ്ങനെ ചെയ്ത, ഞാൻ വൈഫായതുകൊണ്ടല്ലേ, നമ്മളുടെ ഉള്ളില് ഞാൻ വൈഫായതുകൊണ്ടല്ലേ അങ്ങനെ, ലേഡീസിനോടുത്ത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ജെന്റ്സ് എപ്പോഴും മേൽക്കോയ്മക്കാരാണ്, നമ്മൾ പറഞ്ഞാൽ മാത്രം ചെയ്യില്ല, മറ്റുള്ളവരുടെ ഇങ്ങനെയുള്ള നെഗറ്റീവ് തിങ്കിങ് നമ്മൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ആ നെഗറ്റീവ് തിങ്കിങ് വളരെയധികം ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായിൽ നിന്ന് എന്തേ വരുള്ളൂ, നെഗറ്റീവായിട്ടുള്ള വേർഡ്സേ വരുള്ളൂ. അതാണ് റിയാക്ട് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് റിയാക്ഷൻ ആയിട്ട് മാറണത്. ആ റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. കാര്യത്തെ ഓർമ്മിപ്പിക്കുക, ഇന്ന് ചെയ്തില്ലേ നാളെ തീർച്ചയായിട്ടും ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പൊ വന്നതിന് ശേഷം പറഞ്ഞാലും കൂടി അദ്ദേഹം വേണമെങ്കിൽ ആ സാധനം വാങ്ങിക്കൊണ്ടുവന്ന് വരും. പക്ഷെ അതിനൊന്നും നമ്മൾ കാത്തു നിൽക്കാതെ വരുന്ന സമയത്ത് നടന്നില്ല എന്ന് കാണുമ്പോഴേ ഉടനെ നമ്മുടെ ദേഷ്യം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും. നമ്മൾ അങ്ങനെ ദേഷ്യപ്പെട്ടത് കൊണ്ട് ആ നടക്കാതിരുന്ന കാര്യം അങ്ങ് നടക്കണില്ലല്ലോ. മറിച്ച് എന്താ സംഭവിക്കണേ, കൂടുതൽ വഷളാവുകയാണ് അല്ലെ, തമ്മിലുള്ള ബന്ധം. ഒരു സാധനമാണെങ്കിൽ വാങ്ങിക്കൊണ്ട് വന്നില്ല, അത് ശരി, പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വഷളാക്കണം. നാളെ കണ്ടുവിടേണ്ട ഒരു ബന്ധം അല്ലല്ലോ ഹസ്ബൻഡ് അല്ല, ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിക്കേണ്ടതാണ്, ബാക്കി കാര്യങ്ങളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് പെരുമാറുന്ന ആണെങ്കിൽ അതിന്റെ ഇടയിൽ നമുക്ക് റിയാക്ട് ചെയ്യുക എന്ന് പറയുന്ന ടെൻഡൻസിയെ പോവും. നമ്മൾ ഇതൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ പോസിറ്റീവായിട്ട്, അദ്ദേഹത്തിന് ഒരു പക്ഷെ വേറെ എന്തെങ്കിലും തിരക്കുണ്ടായിട്ടുണ്ടാവും, ആ പോസിറ്റീവ് തിങ്കിങ് വരുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരില്ല. മറ്റൊന്നെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമുക്ക് ഒരാളോട് എത്ര കൂടുതൽ സ്നേഹമുണ്ടോ അതൊരു വിഷയമാണ്. ഇപ്പൊ ഒരാളോട് എനിക്ക് എത്ര കൂടുതൽ സ്നേഹമുണ്ടോ, അവരൊരു മിസ്റ്റേക്കാണ് ചെയ്തതെങ്കിൽ പോലും ഉടനെ എനിക്ക് ദേഷ്യം വരില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമുക്ക് ആരുടെ വളരെ അടുപ്പമുണ്ടോ, അവര് തെറ്റ് ചെയ്താലേ പോട്ടെ സാരില്ല, ആ ഒരു പേരൻസും മക്കളും അവര് മക്കൾ എന്ത് തെറ്റ് ചെയ്താൽ അവരെങ്ങനെ പോയാലും ക്ഷമിക്കും. നേരെ വെച്ച് പുറത്തുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ റിയാക്ട് ചെയ്യും. അതെന്തുകൊണ്ട്, ഇത് എന്റെ കുട്ടി, അത് അടുത്ത വീട്ടിലെ കുട്ടി. അപ്പൊ എന്റെ കുട്ടി ഒരു തെറ്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും, മറച്ചു വെക്കാൻ ശ്രമിക്കും. ആ കുട്ടിയല്ലേ, അതുകൊണ്ട് അറിയാതെ വളരെ ചുരുക്കം പേരെ അത് റിയലൈസ് ചെയ്യിപ്പിക്കുള്ളൂ. അതെ, അപ്പൊ അത് എന്റെ കുട്ടി, അപ്പൊ എന്റെ എന്ന് പറയുന്ന അറ്റാച്ച്മെന്റ് എനിക്ക് എന്റെ കുട്ടിയോടുണ്ട്. പക്ഷെ ഇത് അടുത്ത വീട്ടിലെ കുട്ടിയല്ലേ, അടുത്ത വീട്ടിലെ കുട്ടി അവൻ വികൃതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ, അല്ലെങ്കിലും അങ്ങനെ പെരുമാറില്ല. അപ്പൊ ഉടനെ അത് അന്യത എന്ന് വന്നതോടുകൂടി എന്തായി, നമ്മൾ അവരുടെ നെഗറ്റിവിറ്റിയെ എംഫസൈസ് ചെയ്യുന്നത്, ആ നെഗറ്റിവിറ്റിയെ നമ്മൾ വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേസമയം എന്റെ കുട്ടി എന്ന് പറയുന്നുള്ള ആ അറ്റാച്ച്മെന്റ് കാരണം, എന്റേതെന്ന് പറയുന്ന പൊസസീവ്നെസ് കാരണം അവര് മിസ്റ്റേക്കാണ് ചെയ്തതെങ്കിലും കൂടി നമ്മൾ
മറ്റാരോടും പറയില്ല. ഇതിപ്പോ ഒരു ചെറിയ ഫാമിലിയുടെ ഒരു കേസാണ്. നമ്മൾ പണ്ട് ജോയിന്റ് ഫാമിലി ആയിരുന്നല്ലോ നമുക്കൊരു സംസ്കാരം. അപ്പൊ ആ ജോയിന്റ് ഫാമിലിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായത് കൊണ്ടാണ് ഇന്നത്തെ സമൂഹം ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറിയിട്ട് വന്നത്. ഒരു അച്ഛൻ, അമ്മ, ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. പക്ഷെ അതിലും ഫെയിലിയേഴ്സ് ആണ് മീറ്റ് ചെയ്യേണ്ടി. ന്യൂക്ലിയർ ഫാമിലി വന്നതുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയോ? ഇല്ല, ആവില്ല. കൂടുതൽ വഷളാവുകയാണ് രംഗം ചെയ്തത്. അവിടെ ആവുമ്പോ 3 പേര് 4 പേര്, അപ്പൊ കൂടുതൽ മുതിർന്നവരുണ്ടാവുമ്പോ അവർ അറ്റ്ലീസ്റ്റ് അഡ്വൈസ് എങ്കിലും ചെയ്യുമ്പോ അതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ജോയിന്റ് ഫാമിലിക്കും അതിൻ്റെതായ ചില പ്രാപ്തികൾ ഉണ്ടായിരുന്നു. എനിക്ക് അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഹസ്ബൻഡും വൈഫും നമുക്ക് നമ്മുടെ കുട്ടികൾ മാത്രമായിട്ട് മാറി കഴിയുമ്പോൾ നമുക്ക് ബാക്കി പ്രോബ്ലം ഒന്നും ഫേസ് ചെയ്യണ്ടല്ലോ, നമുക്ക് ആരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണ്ടല്ലോ, ആരുടെ അടുത്തൊന്നും കേൾക്കണ്ടല്ലോ. അപ്പൊ ആ ഒരു തോന്നലിലാണ് നമ്മൾ ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പക്ഷെ ന്യൂക്ലിയർ ഫാമിലി ആയതോടുകൂടി ജോയിന്റ് ഫാമിലിയേക്കാൾ ഒരു ബെറ്റർ ലൈഫ് എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്കൊരു ബെറ്റർ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ, ഗോ എഹെഡ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ ദേഷ്യപ്പെട്ട്, നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ദേഷ്യപ്പെട്ടൊരു കാര്യം നടത്തിയെടുക്കണോ, അതിൽ ഞാൻ സന്തുഷ്ടനാണെങ്കിൽ എനിക്കത് ഫോളോ ചെയ്യാം. ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുമ്പോൾ ഞാൻ ആന്തരികമായിട്ട് എന്റെ ആന്തരിക സ്ഥിതി ഞാൻ ഹാപ്പി ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതേസമയം ഔട്ടറിലും ഒരേ സ്ഥിതി ഉണ്ടെങ്കിൽ, അപ്പൊ എനിക്ക് എന്റെ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി ഞാൻ ദേഷ്യപ്പെട്ടു, കാര്യം നടന്നു, പക്ഷെ ഞാൻ എത്ര സന്തുഷ്ടനാണ്, അത് നമ്മൾ ചിന്തിക്കണം. ഓഫീസിലാകട്ടെ, വീട്ടിലായിക്കോട്ടെ, ഏത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഞാൻ ദേഷ്യപ്പെട്ടു, കാര്യം നടത്തിയെടുത്തു, പക്ഷെ കാര്യം നടത്തിയെടുത്തതിന് ശേഷവും എന്റെ മാനസികാവസ്ഥ എന്താണ്? ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഉള്ളിൽ? എനിക്ക് പശ്ചാത്താപം വരുന്നുണ്ടോ? റിയാക്ട് ചെയ്തതിനെ പ്രതി അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടതിനെ പ്രതി എനിക്ക് ഉള്ളില് റിഗ്രറ്റ് ഉണ്ടാകുന്നുണ്ടോ, പശ്ചാത്താപം ഉണ്ടാകുന്നുണ്ടോ, എന്റെ മാനസികാവസ്ഥ? അതോ ഞാൻ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഞാൻ ഹാപ്പി അല്ല, ഷോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഇത്രയും ആ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടിയിരുന്നില്ല, ആ സമയത്ത് അങ്ങനെ പറഞ്ഞുപോയി, ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു എന്ന്. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ചെയ്തത് ശരിയല്ല എന്നുള്ള ഫീലിംഗ് എനിക്ക് ഉണ്ടാകണം. അപ്പൊ ഞാൻ ചെയ്തത് ചെയ്യുമ്പോ തന്നെ ഫീലിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ഫീലിംഗ് എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അന്തരാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, എനിക്ക് ഉള്ളിൽ നിന്ന് റെസ്പോണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശരിയല്ല. അപ്പൊ പിന്നെ നമ്മളത് ചെയ്യാൻ പാടില്ല. എനിക്ക് റൈറ്റ് ആണെന്ന് തോന്നുന്നെങ്കിൽ, ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ ദേഷ്യപ്പെട്ടും കാര്യങ്ങൾ നടത്തിയെടുത്തിട്ട് എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഉള്ളില് ഖുഷിയുണ്ട്, ഞാൻ സന്തുഷ്ടനാണ്, സന്തോഷവാനായിട്ട് ഞാൻ പോകുന്നുണ്ട് എങ്കിൽ നമുക്ക് ആ വേയില് മുന്നോട്ട് പോകാം. പക്ഷെ എന്താ റിസൾട്ട് എന്താണ്? നമ്മൾ ദേഷ്യപ്പെട്ട് കാര്യം നടത്തിയെടുക്കുന്നത് കൊണ്ട് കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ. കാര്യം നടക്കും, പക്ഷെ ഏതില്ല, എനിക്ക് എന്റെ ആന്തരികമായിട്ടുള്ള ആ സന്തോഷം, നമുക്ക് ഉണ്ടാകേണ്ട ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ, ആ കർമ്മത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതെനിക്ക് എത്ര കിട്ടുന്നുണ്ട്? റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല അതിലൂടെ. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സെക്കൻഡ് തിങ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്റെ ആന്തരിക സന്തോഷമാണ്, സന്തുഷ്ടതാണ്, എന്റെ ഉള്ളിൽ ആ കണ്ടന്റ്മെന്റ്, സന്തുഷ്ടത അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതെനിക്ക് എത്ര ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? അതെനിക്ക് കിട്ടണമെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ദേഷ്യപ്പെട്ട് ഈ വേ ശരിയാണെങ്കിൽ നമ്മൾ എന്റെ ധാരണ കറക്റ്റ് ആണെന്ന് അപ്പൊ നമുക്ക് പറയാം. പക്ഷെ അതിൽ നിന്ന് എനിക്കത് കിട്ടണില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ മാർഗത്തില് ചേഞ്ച് കൊണ്ടുവരിക തന്നെ വേണം. ഇപ്പൊ എത്ര ഫിനാൻഷ്യലി വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാരായാലും ഫാമിലീസ് ആയാലും അവർ ടെൻസ്ഡ് ആണ്, അവർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം എന്താണ്? ഈ ദേഷ്യം ആയിരിക്കില്ല മേ ബി ഫുൾ ആയിട്ടുള്ള റീസൺ, പക്ഷെ അറ്റ്ലീസ്റ്റ് 1% എങ്കിലും ദേഷ്യത്തിന്റെ ഒരു പാർട്ട് അവിടെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടേ. അപ്പൊ അത് പൈസ ഉള്ളവരെന്നോ പൈസ ഇല്ലാത്തവരെന്നോ അല്ലെങ്കിൽ പഠിപ്പുള്ളവരെന്നോ പഠിപ്പില്ലാത്തവരെന്നോ അതല്ല ഇതിന്റെ ആധാരം. കാരണം വെച്ചാല് ദേഷ്യപ്പെടുക എന്ന് പറയുന്നത്, ഇത് നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളിലുള്ള അനേകം വളരെ കാലത്തെ ചിന്തകളും ധാരണകളും മുൻവിധികളും അനുമാനങ്ങളും ഇതെല്ലാം വെച്ചിട്ട് ലൈഫാണോ ദേഷ്യം ഇതിന്റെ ഭാഗമാണ്, അങ്ങനെ ഒരു ചിന്തയാണ്, അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. ലൈഫല്ലേ, സുഖവും ദുഃഖവും ഒക്കെ ലൈഫിന്റെ ഭാഗം. അതേപോലെ ദേഷ്യപ്പെടുന്നതും ലൈഫാണോ, അതിൽ ഇതെല്ലാം ഉണ്ടാകും. പിന്നെ ഇന്നത്തെ കാലഘട്ടം അല്ലേ, ഇവിടെ നമുക്ക് ദേഷ്യപ്പെടാതെ ജീവിക്കാനൊന്നും എനിക്ക് തോന്നുന്നു നമുക്ക് സുഖവും, അതായത് ദേഷ്യം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ ചിലവർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ദേഷ്യപ്പെട്ട ഒരു അവസ്ഥ ആണെങ്കിൽ, എന്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ, ദേഷ്യപ്പെട്ട ഒരു അവസ്ഥയിൽ അവർ വിചാരിക്കും, ഈശ്വര ഈ ദേഷ്യമൊക്കെ ലൈഫ് എപ്പോഴും സന്തോഷമായിട്ട് പോകണം,
അതിന് മുൻപ് വിചാരിക്കും സുഖവും ദുഃഖവും അടങ്ങിയതാണ് ജീവിതം. അപ്പൊ ദേഷ്യപ്പെടുമ്പോ എന്റെ അർത്ഥം എന്താണ്, നമുക്കത് ബാഡായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ദേഷ്യം എനിക്ക് വരാതിരിക്കട്ടെ ഈശ്വര നമ്മൾ പറയണു അർത്ഥം തന്നെ എന്താണ്, ആ ബാഡ് ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോ ബാഡ് ഫീലിംഗ് ഉണ്ടാകണ അർത്ഥം എന്താണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. ആ ഹിന്റ് നമുക്കുള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്, ആ വാർണിംഗ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, തെറ്റാണ്. അതുകൊണ്ടാണ് ബാഡ് ഫീലിംഗ് ഉണ്ടാകുന്നത്. ഗുഡ് ഫീലിങ്സ് അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റൈറ്റ് ആണെങ്കിൽ എന്റെ ഉള്ളിൽ ഗുഡ് ഫീലിങ്സ് മാത്രമേ വരാൻ പാടുള്ളൂ, ആ നല്ല ഫീലിങ്സേ വരാൻ പാടുള്ളൂ. അപ്പൊ മോശമായ ഫീലിംഗ് വന്നുകൊണ്ടിരിക്കണോ അർത്ഥം തന്നെ നമ്മൾ തിരിച്ചറിയണം, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. അപ്പൊ ഉടനെ ഞാൻ എന്ത് ചെയ്യണം, ട്രാക്ക് മാറ്റണം. ശരിയായ ട്രാക്കിലല്ല ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള വാണിംഗ് നമുക്ക് കിട്ടണം. ആ കിട്ടുന്ന വാണിങ്ങിനനുസരിച്ച് നമ്മളെ ചേഞ്ച് ചെയ്യാൻ തയ്യാറാകണം. അത് മാത്രല്ല, ഇന്നത്തെ നമ്മള് ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാല് ദേഷ്യപ്പെടുന്നത് കൊണ്ട് ഈവൻ ഡോക്ടേഴ്സ് പോലും എന്താ പറയണേ, ഒരു സെക്കൻഡിൽ നമുക്കുണ്ടാകുന്ന ദേഷ്യം നമ്മളുടെ ബ്രെയിൻ ഉൾപ്പെടെ ടോട്ടൽ സിസ്റ്റം, ബോഡി സിസ്റ്റത്തിലെ നമ്മളുടെ നെർവസ് സിസ്റ്റം ആകട്ടെ, ടോട്ടൽ ബോഡി സിസ്റ്റത്തെ എത്ര എഫക്ട് ചെയ്യണം. നമ്മുടെ ഉണ്ടാവുന്ന ഓരോ ഫീലിങ്സ് ഓരോരോ ഓർഗൻസിനെ ബന്ധപ്പെടുത്തിയിട്ട് പറയാറുണ്ട്, ഹെൽത്തിനെ വഷളാക്കുന്ന രീതിയിൽ. അതെ, അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും മെഡിസിനോടൊപ്പം തന്നെ മെഡിറ്റേഷനും റെഫർ ചെയ്യാൻ എത്രയോ ഡോക്ടേഴ്സ് വരുന്നുണ്ട്. ബ്രഹ്മകുമാരീസിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജയോഗ മെഡിറ്റേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് വിടാറുണ്ട്. നിങ്ങൾ മെഡിറ്റേഷൻ കൂടി പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈവൻ പ്രഷർ, ഷുഗർ, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ എല്ലാ രോഗങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മെഡിസിനോടൊപ്പം തന്നെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാല് മെഡിറ്റേഷനിലൂടെ എന്താ സംഭവിക്കണേ, മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് ലൈഫ് സ്റ്റൈൽ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് പോസിറ്റീവ് തിങ്കിങ് ആണ്. ആ പോസിറ്റീവ് തിങ്കിങ് ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ, അപ്പൊ പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ഉള്ളിൽ വരുമ്പോ തന്നെ ടോട്ടൽ നമ്മുടെ ബോഡി സിസ്റ്റം നോർമൽ ഗതിയിലേക്ക് വരും. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതാണ് നമ്മൾ രാജയോഗ മെഡിറ്റേഷനിലൂടെ ഈ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പഠിക്കണം. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കണേ, ഇപ്പൊ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പരിതസ്ഥിതി വന്നാലും എനിക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം ആ സിറ്റുവേഷനിലും, അപ്പോഴേ എനിക്ക് അവിടെ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ദേഷ്യപ്പെടാതെ തന്നെ എനിക്ക് കാര്യത്തെ അവിടെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ പവർ എനിക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ മാറ്റം കൊണ്ടുവരേണ്ടി വരും. നമ്മുടെ ഔട്ട്ലുക്കിൽ ചേഞ്ച് കൊണ്ടുവരണം. അപ്പൊ ഔട്ട്ലുക്ക് ചേഞ്ച് ആകണമെങ്കിൽ അതിനനുസരിച്ചുള്ള നോളജ് ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് വരണം. അപ്പൊ നോളജും വേണം, ഒപ്പം മെഡിറ്റേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ഉള്ളില് വിൽ പവർ ഇൻക്രീസ് ആവും. വിൽ പവർ ഉണ്ടെങ്കിലേ നമുക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആൾക്കാരെല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, റിയാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ പവർ. പല ഡോക്ടേഴ്സ് ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതായത് വല്ല ഇങ്ങനെ സിസ്റ്റർ പറയുന്ന മാതിരി ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ലങ്സിൽ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് കുറച്ച് വേറിട്ട് കാമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോയി ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെ 50% ഓഫ് ദ അസുഖവും മാറും എന്നുള്ളൊരു കാമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോയിരിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, ദേഷ്യപ്പെട, അതായത് ആ വൈബ്രേഷൻ, ആ പീസ്ഫുൾ വൈബ്രേഷൻസിന്റെ എഫക്ട് നമ്മുടെ മേലെ ഉണ്ടാകും. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പോയി ഇരുന്നു കാമായിട്ടുള്ള, പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് എന്റെ ചിന്ത നെഗറ്റീവാണ് വരണമെങ്കിൽ, അപ്പൊ അതുകൊണ്ട് ആദ്യം കാമാക്കേണ്ടത്, കൂളാകേണ്ടത് നമ്മുടെ ഉള്ളിലാണ്, ചിന്തകളിലാണ്. നമ്മുടെ തോട്ട്സ് ആണ് ആദ്യം കാമൻ ക്വയറ്റാക്കി മാറ്റേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ തോട്ട്സുകൾ നമുക്ക് പോസിറ്റീവാക്കി മാറ്റുമ്പോൾ മാത്രമേ നമ്മുടെ മൈൻഡ് കാമാകുള്ളൂ, കൂളാകുള്ളൂ. അപ്പൊ അപ്പോഴേ നമുക്ക് നമ്മുടെ ഇന്നർ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഇന്നർ സ്ട്രെങ്ത് നമ്മളിലേക്ക് വരണം. കാരണം ഒരു സെക്കൻഡിൽ നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത്, സാധാരണഗതിയിൽ നോക്കിക്കോളൂ, ഒരു വ്യക്തിക്ക് ദേഷ്യം വരുന്ന സമയത്ത്, ഇപ്പൊ നമുക്ക് ആർക്കാണെങ്കിലും നമുക്ക് ദേഷ്യം വന്നിട്ടുള്ള സമയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും അല്ലെ. നമ്മുടെ കണ്ണിന്റെ അവസ്ഥ, കാതുകള്, മുഖത്തെ എക്സ്പ്രഷൻസ്, ടോട്ടൽ ആ സമയത്ത് നമ്മുടെ ഫേസില്, നമ്മുടെ ബോഡിയിലെന്ന് മാത്രം നമ്മുടെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് വ്യക്തമാവില്ല. അതായത് ആ സമയത്ത് ഈവൻ നമ്മുടെ വിവേകം പോലും ശരിയായിട്ട് പ്രവർത്തിക്കില്ല, വിസ്ഡം പോലും ശരിയായ രീതിയിൽ വർക്ക് ചെയ്യും. അപ്പൊ പുറമേ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ പുറമേയുള്ള ഫിസിക്കൽ ഓർഗൻസിൽ ഇത്രയും ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട് ദേഷ്യപ്പെടുന്ന സമയത്ത്. അപ്പൊ ഒരു ദേഷ്യപ്പെടുന്ന സമയത്ത് ഇത്രയും ചേഞ്ചസ് നമ്മുടെ ഫിസിക്കൽ ഓർഗൻസിൽ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ ഇന്നറില്, നമ്മുടെ ഇന്നർ ഓർഗൻസിലും അതേപോലെ നമ്മുടെ ഇന്നർ സ്പേസില്, നമ്മളുടെ അന്തരാത്മാവില്, മനസ്സിൽ എത്രത്തോളം
മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇന്നറിനെ അത് എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും നെഗറ്റീവ് എഫക്ട് നമ്മുടെ ബോഡി സിസ്റ്റത്തിലും ഉണ്ടാകുന്നുണ്ട്, അന്തരാത്മാവിനെ മൈൻഡിലും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ടോട്ടൽ നമ്മുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തിനെയും നമ്മൾ ഡാമേജ് ആക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ പണ്ട് പറയാറില്ലേ, ഒരാൾ ദേഷ്യപ്പെടുന്ന ഒരാളൊരു വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെ ഒരു കുടത്തിൽ വെള്ളം വെച്ചാൽ വെള്ളം വറ്റിപ്പോവും ചൊല്ലു പറയും. അതിന്റെ അർത്ഥം എന്താണ്? അർത്ഥവത്താണത്. അതിന്റെ മീനിങ് എന്താണ്? മീനിങ് അതാണ്, അതായത് ദേഷ്യപ്പെടുന്ന സമയത്ത് അത്രയും നെഗറ്റീവ് എനർജി ഫ്ലോ ആകുകയാണ്. തോട്ട് മീൻസ് എനർജിയാണ്. ദേഷ്യപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ ചിന്തകൾ ഉണ്ടാക്കുന്ന വൈബ്രേഷൻ, വാക്കാകട്ടെ ചിന്തയാകട്ടെ പ്രവൃത്തിയാകട്ടെ, ഉണ്ടാക്കുന്നത് നെഗറ്റീവ് എനർജി ഫ്ലോ ആണ്. അപ്പൊ ആ നെഗറ്റീവ് എനർജിയുടെ ഫ്ലോ എത്രത്തോളം ഉണ്ടാകണോ ആ നെഗറ്റീവ് എനർജി ഫ്ലോ അന്തരീക്ഷത്തെ ഇത്രയും ചൂട് പിടിപ്പിക്കുകയാണ്, മറ്റുള്ളവർക്കും കൂടി ഇഫക്ട് ചെയ്യും. അതെ, ചൂട് പിടിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണ നമ്മൾ ദേഷ്യപ്പെടുന്ന ആളോട് പറയുന്നത് എന്താണ്? ചൂടാകണ്ട, അങ്ങനല്ലേ? അതിന്റെ അർത്ഥം തന്നെ എന്താ? ദേഷ്യം എന്താ ചെയ്യണേ? നമ്മളെ ചൂട് പിടിപ്പിക്കുകയാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങളെയും ചൂട് പിടിപ്പിക്കുകയാണ്, ബാഹ്യ അവയവങ്ങളെയും ചൂട് പിടിപ്പിക്കുകയാണ്. അപ്പൊ ചൂട് തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? പൊള്ളലുണ്ടാവും, അല്ലേ? നമ്മുടെ അവയവങ്ങളെ ചൂട് കൂടുന്തോറും എന്താവും? കരിഞ്ഞ് നാമാവശേഷമായി പോകും. അത് തന്നെയാണ് നമ്മുടെ ബോഡി സിസ്റ്റത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ സിസ്റ്റത്തെ നമ്മൾ കരിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അഗ്നിയിലിട്ടൊരു വസ്തുവിനെ നമ്മൾ കത്തിക്കണം, അതേപോലെ എത്ര കൂടുതൽ നമ്മൾ ദേഷ്യപ്പെടുന്നു അത്രത്തോളം നമ്മുടെ ടോട്ടൽ ബോഡി സിസ്റ്റത്തില് നമ്മൾ ചൂട് പിടിപ്പിച്ച് ഓരോ ഓർഗൻസിനെ നമ്മൾ കേടുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവം. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പറയണേ മരുന്ന് മാത്രം പോരാ, മരുന്നിനോടൊപ്പം തന്നെ മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്യും. പണ്ടേ നമ്മൾ കേട്ടിട്ടില്ലേ, ഈവൻ നമ്മളുടെ പണ്ടത്തെ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മരുന്നും മന്ത്രം എന്നല്ലേ പറയാം, അല്ലെ? കേട്ടിട്ടില്ലേ? അതിന്റെ അർത്ഥം എന്താ? അർത്ഥം എന്താണ്? രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാം. യെസ്. അപ്പൊ നമുക്ക് ബോഡിക്കാണെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് മാത്രം പോരാ, ഒപ്പം തന്നെ മന്ത്രം വേണം. മന്ത്രമുള്ള സന്യാസിമാര് അതാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. അതെ, മന്ത്രാർത്ഥം എന്താണ്? പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് വിചാരങ്ങളും കൂടി വേണം. അപ്പൊ മാത്രമേ ടോട്ടൽ ഹീലിംഗ് നടക്കുള്ളൂ. ഇന്നർ ഹീലിംഗും ഔട്ടർ ഹീലിംഗ് മാത്രമല്ല, നമ്മൾ കാരണം മറ്റുള്ളവർക്കും കൂടി ആ ദേഷ്യം എന്നുള്ള ഒരു അവസ്ഥ വരും, അല്ലെ? നമ്മുടെ റിയാക്ഷൻ കണ്ടിട്ട്, നമ്മുടെ ഫ്രസ്ട്രേഷൻ കണ്ടിട്ടും മറ്റുള്ളവർക്കും കൂടി ഒന്നും ഇഫക്ട് ചെയ്യാത്ത ആളായിരിക്കും, പക്ഷെ ആ സമയത്ത് നമ്മുടെ കണ്ടിട്ട് വരാനുള്ള ചാൻസും കൂടിയുണ്ട്. അതെ, അതുകൊണ്ടാണ് ആ കുടുംബ പശ്ചാത്തലത്തെ, കുടുംബത്തിലെ ഒരു സിസ്റ്റർ പറയുന്ന മാതിരി, കുടുംബത്തിലെ ഒരു വ്യക്തി ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബ പശ്ചാത്തലത്തിലുള്ളവര് എല്ലാവരും, അല്ലെ, ആ ഒരു മൂഡിലേക്ക് ക്രിയേറ്റ് ആവുകയാണ്. അതെ, രണ്ടു തരത്തിലാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, നമ്മൾ ദേഷ്യപ്പെടുന്നത് കാരണം മറ്റുള്ളവർ ഡിസ്റ്റർബ് ആക്കുന്നത്. രണ്ടാമത്തതൊന്ന്, നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ചൂട് ഏൽക്കണത്, അനുഭവിക്കണത് അവരെല്ലാവരുമാണ്. അപ്പൊ അവരുടെയും ലൈഫിൽ ആ ചൂട് ഉണ്ടാകുന്നുണ്ട്, അവർക്കും അതിന്റെ പൊള്ളലേൽക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ മാത്രമല്ല ചൂട് പിടിക്കണേ, ഒപ്പം തന്നെ അവർക്ക് എല്ലാവർക്കും അതിന്റെ നെഗറ്റീവ് അനുഭവങ്ങൾ അവർക്കും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതും ഒരു കാര്യമാണ്. അപ്പോ അതില് മറ്റൊന്ന് സംഭവിക്കണം, നമ്മളിൽ നിന്നുണ്ടാകുന്ന ഈ നെഗറ്റീവ് വൈബ്രേഷൻസിന്റെ എഫക്റ്റ് അവർക്കുണ്ടാവും. പാർവതി പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ദേഷ്യപ്പെടുന്ന സംസ്കാരം, അച്ഛനും അമ്മയും നമ്മളെ വീട്ടില് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുക. അപ്പൊ ഇത് കണ്ടു വളരണ കുട്ടികള് ഓട്ടോമാറ്റിക്കലി പഠിപ്പിനെ മാത്രല്ല നേച്ചറും അവരുടേതാവും. കാരണം എന്ത് നമ്മൾ ചെയ്യുന്നു അതാണല്ലോ അവർ അനുകരിക്കുന്നത്. മറ്റൊന്ന്, നമ്മളുടെ ഈ നെഗറ്റീവ് എനർജി, നെഗറ്റീവ് വൈബ്രേഷൻസ് നമ്മളിൽ നിന്ന് പോകുന്നു അവരുടെ അടുത്തേക്ക് പോവാണ്. മാത്രമല്ല, പല കുട്ടികൾക്കും വലുതാവുമ്പോ പല അസുഖങ്ങളും, അതുമാതിരി തന്നെ പല ഈ ചിലപ്പോ ഭ്രാന്തമായിട്ടുള്ള ചില ഇതൊക്കെ കാണിക്കുമ്പോ പല ഡോക്ടേഴ്സും പറയാറുണ്ട്, ചെറുപ്പത്തിൽ അവർക്ക് വല്ല അനുഭവങ്ങൾ അവർ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു വലുതാവുമ്പോ ഇങ്ങനത്തെ ഒരു എന്താ പറയാ സ്വഭാവം അവർക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ, ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇരിക്കുകയാണ്, ഇപ്പൊ ഞാനൊന്നും വൈകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ പോലും എന്റെ മനസ്സിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നെഗറ്റീവ് തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ നെഗറ്റീവ് തിങ്കിങ്ങിന്റെ വൈബ്രേഷൻസ് പാർവതിയുടെ അടുത്തേക്ക് വരും. ഞാൻ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യണം, ട്രാൻസ്മിറ്ററാണ് ഞാൻ. എന്റെ മനസ്സിൽ ഞാൻ വൈകൊണ്ട് ഒരു മോശമായ കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പൊ മാതാപിതാക്കളാണെങ്കിലും കുട്ടികളെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നെഗറ്റീവ് തിങ്കിങ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ നെഗറ്റീവ് തിങ്കിങ്ങിന്റെ വൈബ്രേഷൻസ് പോലും നമ്മുടെ കുട്ടികളുടെ അടുത്തേക്ക് പോകും. അതുകൊണ്ടൊരു കാര്യം, ചെറുപ്പത്തിലാവുമ്പോ കൂടുതൽ ഇഫക്ട് ചെയ്യും അല്ലെ കുട്ടികൾക്ക്. കാരണം ചെറിയ കുട്ടികളെ പെട്ടെന്ന് ഇഫക്ട് 3 വയസ്സ് 4 വയസ്സുള്ള പ്രായം അങ്ങനെയാണല്ലോ പറയാം, എല്ലാവരുടെ മേലെ അതിന്റെ എഫക്ട് ഉണ്ട്. ഈവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജീവിതത്തില് ഫാമിലിയിൽ സെറ്റപ്പിൽ തന്നെ. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് നമ്മുടെ ഉള്ളില് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ വൈബ്രേഷൻസിന്റെ എഫക്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ആദ്യം നമ്മൾ നമ്മുടെ കുടുംബത്തിനാണ് അത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആരോടൊപ്പം ഒക്കെ ഇടപഴകുന്ന അവർക്ക് എല്ലാവർക്കും അതിന്റെ എഫക്ട് ഉണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് ഹ്യൂമൻ ബീങ്സിനെ മാത്രമല്ല ആനിമൽസിനെ അത് ബാധിക്കും അല്ലെ.
നമ്മുടെ തീർച്ചയായിട്ടും വൈബ്രേഷൻസ് എല്ലാത്തിനെയും ബാധിക്കും. ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി സ്വയത്തെ മാത്രമല്ല മറ്റുള്ളവരെയും അസ്വസ്ഥരാക്കുന്നു. മാനസികവും ശാരീരികവുമായ പല പ്രശ്നങ്ങൾക്കും ഒരു കാരണം ദേഷ്യമാണ്. പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ ദേഷ്യത്തെ വേരോടുകൂടി മാറ്റാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇങ്ങനെയുള്ള നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ചോദിച്ചറിയാം. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ 9446820448. ഇമെയിൽ shivajyothimedia@gmail.com.